ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പറഞ്ഞു വന്നപ്പോ തന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്ന്. അതെ, എന്റെ കേസറ്റ് എന്ന പേജിൽ നിന്ന് അബ്ദുൽ ഹക്കീം ഇന്നലെ ഒരു ഫേക്ക് അലിഗേഷൻ സ്റ്റോറി ഇടണ്ടായി. അതിനെക്കുറിച്ച് എന്താണ് ഉണ്ടായെന്നുള്ളത് ഋതു ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ ഡീപ്പായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരാളുടെ ക്യാരക്ടറെ മോശമാക്കാൻ നോക്കുമ്പോ അത് വളരെ ബാഡായിട്ട് എന്തൊക്കെ സംഭവിക്കാൻ പറ്റും എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഷോക്കിൽ നിന്ന് നമ്മൾ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എന്റെ പോയിന്റ് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാം. ഇപ്പോഴും റിക്കവർ ആവാത്ത ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞിട്ടും അവൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ട്, അതിനർത്ഥം ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ഇനി ഒരു ലൈഫ് പോയാലും കുഴപ്പമില്ല എന്ന് വെച്ചല്ലേ ഒരു കാര്യവും അന്വേഷിക്കാതെ അവൻ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ മുന്നോട്ട് വെച്ചേ. ഇതിപ്പോ ഋതുയുടെ കാര്യത്തിലാണെങ്കിൽ അവൻ ഈ കാര്യങ്ങളെല്ലാം ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്ത്. പക്ഷെ ഞങ്ങൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ജേർണിയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഓടുന്ന ഒരുപാട് പേഷ്യൻസിനെയും ഫാമിലീസിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും മൈൻഡ് ഒരേപോലെ അല്ല. ഇതന്നെയാണ് നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് നോക്കുമ്പോഴും അവന് ഈ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളൊക്കെ അവരുടെ ലൈഫിനെ എത്രത്തോണ്ട് ബാഡായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, അവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം ബോൾഡായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതേപോലെ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും എന്തേലൊക്കെ പറഞ്ഞ് നശിപ്പിക്കേണ്ടതല്ല അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടതല്ല നിങ്ങളുടെ ലൈഫ്. അത് നിങ്ങൾ മനസ്സിലാക്കുക.